കട്ടപ്പന ചന്തപിരിയുന്ന നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിലൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മേമൻ അഥവാ എന്റെ നാറി അള്ളിയൻ. എന്താ പറഞ്ഞത്? ഇപ്പൊ എന്താ പറഞ്ഞത്? അമ്മാവനൊക്കെ എന്തായാലും വരും. അച്ഛനെ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് നോക്കോളെ. എന്താടി വന്നത്? അടുത്തതിന്റെ കാണക്കൊറ്റി നോക്കട്ടെ. അളിയ വന്നോട്ടെ, നിന്റെ ആളെ വന്നോട്ടെ, അവളുടെ അമ്മാവനും വന്നോട്ടെ. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലും പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. ലോകം അറിയപ്പെടുന്ന നായക നടനാവണം. അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കിട്ടും. ഒരു വെട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. പല്ലും കൂടി കളയാം. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവരച്ചാലും ഒടുക്കത്തെ ഗ്ലാമറാ നീ. എൻ്റെ മണിച്ചേട്ടാ, ധനുഷേട്ടാ, രജനി ചേട്ടായി, നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. കാത്തോളണേ. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല. അതൊക്കെ എനിക്കറിയാം സർ. A for acting, C for concentration, T for timing, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം. പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ പരിചയം പോലും പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. ദാസ്ബ, ഞാൻ ഇറങ്ങാട്ടോ. ഓക്കെ എന്നാ. ബെസ്റ്റ്. എന്റെ കണി നീയല്ലോ കണി. ഇതിലും വേണം നീ പുറയെന്ന് വിളിക്കണമായിരുന്നു. ഇന്ന് അങ്ങോട്ട് പോവാ? അടിമാലിക്ക് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കണ്ട്. ഈ ബുള്ളറ്റിലാണ് അടിമാലിക്ക് പോകുന്നത്. ബുള്ളറ്റ് ഞാൻ ദാസപ്പന്റെ വീട്ടിൽ വെച്ചിട്ട് അവന്റെ ബെൻസിന് പോകോളാം. എന്നാ പിന്നെ ഞാൻ ആ എംബ്രോയിഡറി ചെയ്ത ഷർട്ട് ഇട്ട് പോകാൻ മേലായിരുന്നോ? അതിട്ട് പോയി ഉറപ്പായിട്ടും ചാൻസ് കിട്ടും. ഏത്? ആ ഓലമടലിന്റെ പടം തുന്നി പിടിപ്പിച്ച ഷർട്ടാ. ഓലമടലോ? അത് മയിൽപീലിയാ. എന്റെ കനി, നിന്റെ മയിൽപീലി സമ്പൂർണ്ണ പരാജയട്ടോ. നിന്റെ എംബ്രോയിഡറി ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടിക്കോളും. നീ പോയേ. ഓ പിന്നെ ഈ മോനെ വെച്ചങ്ങ് ചെല്ല, ഇപ്പൊ കിട്ടും. ഈ പറയണ ആൾ എന്നാ ഗ്ലാമറാ. എടി പല്ലിൽ കമ്പ്യൂട്ടർ കുറെ ആളായില്ലേ, ഇതെന്നാ വാർക്കണേ. അതിന് എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കണ്ട. ഇയാള് കുറെ നാളായല്ലോ ഇപ്പൊ നായകനാകുന്നു പറയുന്നു. എന്നിട്ട് എന്തിയേ? അങ്ങനെ പെട്ടെന്ന് നായകനാകാൻ ഞാൻ മമ്മൂട്ടിയുടെ മോനല്ല, ഒരു സാധാ ചുമട്ടുലാരുടെ മോനാ. അതെ, ദുൽഖറിന്റെ വാപ്പ മാത്രമേ സിനിമാ നടനായിരുന്നുള്ളൂ. മമ്മൂട്ടിയുടെ വാപ്പ സിനിമാ നടനല്ലായിരുന്നു. നീ പോടി തീപ്പെട്ടി കൊള്ളി. ചേട്ടാ ഓക്കെ ആണല്ലേ? എല്ലാം ഓക്കെയാണ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കുഴപ്പമില്ല. എടാ ഒരു കുഴപ്പമില്ലെന്ന്. അടുത്ത ആള് കയറ്. കട്ടിംഗ് ആണോ ഷേവിംഗ് ആണോ? കട്ടിംഗ്. ഒന്നുകൂടി നോക്കിയേട്ടാ, ശരിക്കും നോക്കി. സുധീറേ, എടാ എല്ലാം ഓക്കെ ആയി.
എടാ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. മുഹൂർത്തം തെറ്റി നീ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നേ. ചേട്ടാ ആദ്യമായിട്ട് കല്യാണം കഴിക്കണേ ആ. വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടേ ആ. അങ്ങനെ ഒരു സംഭവം. ചേട്ടത് മൂക്കിലൊരു രോമതപ്പുണ്ടല്ലോ. ഛേ, ഇവൻ മെനക്കേടാക്കും. എവിടെ ദേ ഇവിടെ. മൂക്കിൽ അവന്റെ ഓ. അയ്യോ അയ്യോ എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം എന്റെ മൂക്കിന്റെ പാലം. അയ്യോ എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം. അയ്യോ അതെന്നത്? ഒരു രക്തചന്ദന പേഷ്യൽ ചെയ്തതാ. ആള് സുന്ദരനായി. ചേട്ടാ ആ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? ഇല്ല, നല്ല ഒന്നാം തരം പപ്പായ പേഷ്യലിംഗ് ഉണ്ട്. പക്ഷെ 1500 രൂപ. 1500? ആ, വെളുക്കണമെങ്കിൽ മതി. സാറിന് ഞാൻ ശനിയാഴ്ച പൈസ ഒപ്പിച്ചിട്ട് വരാം. ഓ ആ. പുഴയ്ക്കും പേഷ്യല് കാക്കവത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നാ പേഷ്യൽ ചെയ്തിട്ട് എന്നാ കാര്യമാണ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ എങ്ങോട്ടാണോ? മറ്റേ അമ്മൂമ്മയ്ക്ക് കുഴിവട്ട വല്ല റബ്ബർ വെട്ടാൻ പോകണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. കട്ടപ്പനയുടെ മാനം കളയാൻ വേണ്ടിട്ട്. ചേട്ടാ 2 രതീഷ്. എന്നാന്ന്? 2 രതീഷേ. അയ്യോ ഉപദേശിത്തുള്ള. എന്തായി ജോലി വല്ലതും ആയാ? വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കാതെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി എവിടെയെങ്കിലും കേറാൻ നോക്ക്. എന്റെ ചേച്ചി ഈ ഷാറുഖ് ഖാനും സൽമാൻ ഖാനൊക്കെ ചെയ്യണ അതേ ജോലി തന്നെ ഞാനും ചെയ്യണേ. ഷാരുഖാനായാലും അമിതാഭ് ബച്ചനായാലും എന്റെ മോളെ കെട്ടാൻ വന്ന സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. ആ ഷാരുഖാനൊക്കെ ഇങ്ങോട്ട് വരട്ടെ, സർക്കാർ ജോലി ഇല്ലണ്ട്. ഷാറുഖ് ഖാനൊക്കെ സർക്കാർ ജോലിയോ? അച്ഛാ. ഇംഗ്ലീഷ്. ഓ സോറി ഡാഡി. ഇൻ മാത്സ് വാട്ട് യു മീൻ ബൈ LCM and HCF? മലയാളം. ഈ ലസാഗുസായ എന്നാണെന്ന്? ഒന്ന് പോടാ ചേർക്ക. ഈ ലസാഗു ഉസാഗു ഒക്കെ പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആ, ഇന്നലെ നിന്റെ ഒരു സിനിമ TV കണ്ടായിരുന്നു. കൊള്ളാം. പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളപ്പദവി കിട്ടുപോടാ. വിജയൻ ചേട്ടാ കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിയിടായിരുന്നില്ലേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കരുന്നു. ഇനി മേലിൽ ഇവരെ കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ എന്ന്. അമ്മ ഞാൻ പോണോട്ടാ. സഹോ ആളൊരു പരാജയമാണെങ്കിലും നിന്റെ അച്ഛനൊരു പാവാട്ടോ. പാവം അമ്മനോർത്തിട്ട് ഞാൻ പിടിച്ചിടിക്കാത്തത്. പിന്നെ വാഴയും വെച്ചാ മതിയായിരുന്നു. 8-ന്റെയാണോ 16-ന്റെയാണോ? എന്ത്? അല്ല പണിയേ നീ ഓരോന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടോ? അത് 8-ന്റെയാണോ 16-ന്റെയാണെന്ന് ചോദിച്ചു. ഓടാ തമ്പു വിൽസൺ. ഈ കൊച്ചിനൊക്കെ ഏത് ഭാഗ്യവാനാണോ കെട്ടണേ? സഹോ ഓരോ അരിമണിയിലും അത് തിന്നണ്ടവന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാ പറയണത്. പക്ഷെ ഈ റേഷനരിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയാൻ പാടില്ല.